എല്ലാവരും ചേർന്ന് ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം. വീണ്ടും ഏതാനും ആഴ്ചകൾക്ക് ശേഷം ബോസ്റ്റൺ പ്രെയർ ലൈനിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളുടെ പാസ്റ്റർ ജാക്സൺ പള്ളിപ്പാട് നമ്മൾക്ക് നേതൃത്വം നൽകി. വീണ്ടും വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ വേദവചന ചിന്തയ്ക്കായി നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. Hebrews chapter 3 verse 12 to 14. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുകയും നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുകയും ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ആമേൻ. താങ്ക് യു ബ്രദർ വായിച്ചതിന്. നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാം, അതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കൂടുതലായി ഞാൻ പോകുന്നില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം എന്നാണ് ബൈബിളിൽ നമ്മളത് കാണുന്നത്. ആരാണ് എഴുതിയതെന്ന് നമുക്കറിയില്ല. പൗലോസാണെന്ന് അനേക വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് നമുക്കറിയില്ല. എന്നാലും എബ്രായ ലേഖന കർത്താവ് ഈ ലേഖനം എഴുതുന്നത് നമുക്കറിയാം എബ്രായ ക്രിസ്ത്യാനികൾക്കാണ്. ഈ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ലേവിയ പൗരോഹിത്യവും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം തമ്മിലുള്ള ഒരു താരതമ്യ പഠനം തന്നെ ഈ എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ലേഖനം പ്രത്യേകിച്ച് എഴുതുന്നത് യഹൂദ മതത്തിൽ നിന്നും ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്നവർക്കാണ്. അത് നമുക്ക് ഈ ലേഖനത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ അത് മനസ്സിലാകും. ഏതാണ്ട് 3 കൂട്ടരാണ്, അല്ലെ 3 കൂട്ടം ആളുകളാണ് എബ്രായ ലേഖനത്തിന്റെ പ്രേക്ഷകരെന്ന് പറയുന്നത്. ആരാണ് ഈ 3 തരത്തിലുള്ള ആൾക്കാരെന്ന് പറയുന്നത്? ഒന്ന്, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ആളുകളെ നമുക്ക് ഈ സഭയിൽ കാണാൻ കഴിയും, എബ്രായ ക്രിസ്ത്യാനികൾക്കിടയിൽ കാണുവാൻ കഴിയും. രണ്ടാമത്, അവർ ദൈവത്തിൽ വിശ്വസിച്ച ഒരു കൂട്ടർ, എന്നാൽ സുവിശേഷ സത്യത്തിൽ തുടരാത്ത ഒരു ജനതയെ നമുക്ക് കാണുവാൻ കഴിയും. അതായത് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചായ, യഹൂദ മതത്തിലും പോകാം ക്രിസ്ത്യാനിത്വത്തിലേക്കും വരാം. അങ്ങനെ ഒരു കയ്യാലപ്പുറത്ത് നിൽക്കുന്ന രീതിയിലുള്ള വിശ്വാസികളെ നമുക്ക് കാണാം. മൂന്നാമത്, രക്ഷിക്കപ്പെടാത്ത ഒരു കൂട്ടർ. അങ്ങനെ 3 ടൈപ്പ് ആളുകൾ, അല്ലെ 3 കൂട്ടരെയാണ് എബ്രായ ലേഖനം ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഈ എബ്രായ ലേഖനത്തിന്റെ ആദ്യ അധ്യായം മുതൽ വായിക്കുമ്പോൾ കർത്താവിന്റെ ശ്രേഷ്ഠതയെ പറ്റി എബ്രായ ലേഖന കർത്താവ് വളരെയധികം വർണ്ണിക്കുന്നുണ്ട്. നമുക്കതറിയാം. ആദ്യത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ദൂതന്മാരെക്കാളും പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനായ ഒരു കർത്താവാണ് എന്ന്, അല്ലെ കർത്താവ് ദൂതന്മാരെക്കാളും പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത്ര വലിയ രക്ഷയെക്കുറിച്ചാണ് എബ്രായ ലേഖന കർത്താവ് പ്രതിപാദിക്കുന്നത്. എന്നിട്ട് 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ക്രിസ്തു മോശയേക്കാൾ ഉന്നതനാണ്, അല്ലെങ്കിൽ മോശയേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. എബ്രായ ലേഖന കർത്താവ് അങ്ങനെയാണ് കർത്താവിനെ വിവരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മോശയേക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറയുവാൻ കാരണം? നമുക്കറിയാം, ഈ ഈ എബ്രായ വിശ്വാസികൾ, അവർക്ക് പഴയ നിയമ പൗരോഹിത്യത്തിലേക്ക് തിരിച്ചു പോകുവാനുള്ള ഒരു വാഞ്ച, അല്ലെങ്കിൽ അതിനോട്ടുള്ള ഒരു ആകർഷണം നമ്മൾ ഈ എബ്രായ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവര് കർത്താവിൽ വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു. എന്നാൽ ഈ പീഡനം കാരണം, യഹൂദ മതത്തിൽ നിന്നുള്ള പീഡനം കാരണം, യഹൂദ മതസ്ഥർ നിന്നുള്ള പീഡനം കാരണം പിന്നെയും തിരിച്ച് യഹൂദ മതത്തിലേക്ക് പോകുവാനുള്ള ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ ഒരു വാഞ്ച, അല്ലെങ്കിൽ അവർക്ക് ആ പേഴ്സിക്യൂഷൻ കാരണം, ആ പീഡനം കാരണം തിരിച്ചു പോകാനുള്ള രീതിയിൽ നിൽക്കുന്ന വിശ്വാസികൾ കുറച്ച് പേരുണ്ട് ഈ എബ്രായ വിശ്വാസികൾക്കിടയിൽ. അപ്പോൾ അവർക്ക് മോശ എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതനാണ്, അല്ലേ? മോശ പ്രവാചകനാണ്, മോശ ദൈവം അല്ലെങ്കിൽ പോലും അവർ ഈ പഴയ നിയമം അവർക്ക് നല്ലപോലെ അറിയാവുന്നത് കൊണ്ട് മോശ ഏറ്റവും ഉന്നതനായി വെച്ചിരിക്കുകയാണ്. അവിടേക്കാണ്, ആ ഒരു രീതിയിൽ നിൽക്കുന്ന പ്രേക്ഷകരിലേക്കാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കുന്ന വിശ്വാസികളിലേക്കാണ് എബ്രായ ലേഖനം എഴുതുമ്പോൾ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മോശയേക്കാൾ ഉന്നതനാണ്, മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. നമ്മുടെ ഇടയ ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആണ്. മോശയേക്കാൾ ഉന്നതനായ ഒരു കർത്താവിനെയാണ് എബ്രായ ലേഖന കർത്താവ് എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ 3-ാം അധ്യായം തുടങ്ങുന്നത്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക്
ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അതായത് ആദ്യത്തെ വാക്യത്തിൽ തന്നെ എബ്രായ ലേഖനകർത്താവ് 3-ാം അധ്യായത്തിൽ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അതായത് നമ്മുടെ നോട്ടം കർത്താവിങ്കിലേക്കാകണം, അല്ലേ? നമ്മുടെ നോട്ടം മറ്റാരിലേക്കും ആകരുത്, മറിച്ച് വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ നോട്ടം കർത്താവിങ്കിലേക്ക് മാത്രമായിരിക്കണം. കർത്താവിനെയാണ് നാം ശ്രദ്ധിച്ചു നോക്കേണ്ടത്. മറ്റെവിടെയും നോക്കാനുള്ള ബാഹ്യമായ പ്രേരണകൾ ഉള്ളപ്പോഴും കർത്താവിലേക്ക് നോക്കുവാൻ ദൈവം നമുക്ക് നൽകി തന്ന അവസരത്തിനായി നാം ദൈവത്തെ സ്തുതിക്കുക, അല്ലേ? മറ്റു പലർക്കും ലഭിക്കാതിരുന്ന ഈ അവസരം കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, അല്ലേ? ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അങ്ങനെ തിരഞ്ഞെടുത്തു നമ്മളെ മക്കളും അവകാശികളുമാക്കി തീർത്ത ഒരു ദൈവം. ആ ദൈവമാണ് നമുക്ക് കർത്താവിലേക്ക് നോക്കുവാനുള്ള ഈ അവസരം നൽകി തന്നിരിക്കുന്നത്, അല്ലേ? ഈ പ്രഭാത സമയത്ത് ബോസ്റ്റൺ പ്രയർ ലൈനിൽ നാം ആയിരിക്കുമ്പോൾ നാം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും നമ്മുടെ ക്രിസ്തീയ യാത്രയിൽ പലതിനെയും നോക്കുവാൻ നമുക്ക് പ്രേരണകൾ വരാം, പലതിനെ നോക്കുവാൻ, പലതിലേക്ക് ചായുവാൻ, പലതിലേക്ക് തിരിച്ചു പോകുവാനുള്ള പ്രേരണകൾ നമുക്ക് വന്നേക്കാം, അല്ലേ? നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ. എന്നാൽ ഈ രാവിലെ സമയം ദൈവവചനം, പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. അതാണ് എബ്രായ ലേഖനകർത്താവ് 3-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യത്തിൽ തന്നെ പറയുന്നത്. കാരണം എന്താ? നാം സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീർന്നിരിക്കുക, അല്ലേ? നമ്മെ ദൈവം സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീർത്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ശ്രദ്ധിച്ചു നോക്കുവാനാണ്, അല്ലേ? കാരണം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്, പിതാവിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് എൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലേക്ക് ദൈവം തിരഞ്ഞെടുത്ത ആളുകൾ നോക്കും, ശ്രദ്ധിച്ചു നോക്കും. അങ്ങനെ ശ്രദ്ധിച്ചു നോക്കി അവനെ അനുകരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ഈ രാവിലെ സമയം. അപ്പൊ ആ പ്രതീക്ഷ കാക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നാം ശ്രദ്ധിച്ചു നോക്കുക. എന്നിട്ട് പിന്നീടാണ് മോശയെയും കർത്താവിനെയും കുറിച്ച് താരതമ്യ പഠനം എബ്രായ ലേഖന കർത്താവ് നടത്തുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഇതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഇന്ന് ആദ്യം വായിച്ച വാക്യമാണ് 12-ാമത്തെ വാക്യം, അല്ലേ? സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുകയും. അപ്പോൾ ഈ ഒരു വാക്യം എബ്രായ ലേഖന കർത്താവ് ഇവിടെ എഴുതുന്നതിന് ഉദ്ദേശമുണ്ട്. ആ എഴുതുന്നതിന്റെ കാരണം അതിന്റെ മുൻപിലുള്ള ചില വാക്യങ്ങൾ വായിച്ചാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എന്താണ് അതിനുള്ള കാരണം? ഞാൻ മുമ്പേ പറഞ്ഞു, കർത്താവ് പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളും മോശയെക്കാളും ശ്രേഷ്ഠൻ എന്ന് ഓൾറെഡി പരിചയപ്പെടുത്തി കഴിഞ്ഞു എബ്രായ ലേഖന കർത്താവ്. ഓൾറെഡി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മോശയെക്കാളും പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനാണെന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് ഈ വാക്യം എഴുതുന്നതിന് മുമ്പ് ഒരു പഴയ നിയമത്തിൽ നിന്ന് ചില വാക്യശകലങ്ങൾ എബ്രായ ലേഖന കർത്താവ് കോട്ട് ചെയ്യുന്നുണ്ട്. ഏതാണ് ആ വാക്യങ്ങൾ? നമ്മൾ 3-ാം അധ്യായം അതിന്റെ 8 മുതൽ 11 വരെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, പഴയ നിയമത്തിൽ നിന്നൊരു വാക്യശകലം അല്ലെ വാക്യശകലങ്ങളാണ് അവിടെ റെഫർ ചെയ്തിരിക്കുന്നത്. ഏതാണ് വാക്യശകലങ്ങൾ? സങ്കീർത്തനങ്ങൾ നമുക്കറിയാം. സങ്കീർത്തനങ്ങൾ 95-ാം അധ്യായം അതിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് എബ്രായ ലേഖന കർത്താവ് അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എബ്രായ ലേഖനത്തിൽ നിന്ന് വായിക്കാതെ, കാരണം ചില വാക്കുകൾ അവിടെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ എബ്രായ ലേഖനം 3-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നത് സങ്കീർത്തനം 95 അതിന്റെ 7 മുതൽ 11 വരെ, അല്ലെങ്കിൽ 8 മുതൽ 11 വരെയാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 95-ന്റെ 8 പറയുന്നത്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തികൾ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളൊരു ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്ന് ഞാൻ പറഞ്ഞു. ആകയാൽ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. നമുക്ക് വളരെ പരിചിതമായ ഒരു സങ്കീർത്തന ഭാഗമാണ്. നമ്മൾ വീടുകളിൽ വായിക്കുന്നതാണ്, കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ വായിക്കുന്നതാണ്. അപ്പോൾ ഈ വാക്യഭാഗമാണ് എബ്രായ ലേഖന കർത്താവ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് റെഫർ ചെയ്തിരിക്കുന്നതിന് ഒരു കാരണം നമുക്കറിയാം. ഇസ്രായേൽ മക്കൾ 400 വർഷം മിസ്രൈമിന്റെ തടവറയിലായിരുന്നു, അല്ലെ? മിസ്രൈം അടിമത്തത്തിലായിരുന്നു, ഫറവോന്റെ അടിമത്തത്തിലായിരുന്നു. 400 വർഷക്കാലം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്നു. നമുക്കറിയാം, അവർ ഇഷ്ടിക ഉണ്ടാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും വൈക്കോലില്ലാതെ
അല്ലെ, സ്ട്രോ ഇല്ലാതെ ബ്രിക്സ് ഉണ്ടാക്കുന്ന, ഇഷ്ടിക ഉണ്ടാക്കേണ്ട ഗതികേടിലേക്ക് വരെ അവരെത്തി. അങ്ങനെ ഫറവോൻ അവരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് നാം പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, അല്ലെ. ഇതിന്റെ പശ്ചാത്തലം നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ഈ 12-ാം വാക്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇസ്രായേൽ മക്കളെ ഫറവോൻ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു, അല്ലെ. അങ്ങനെ അവസാനം എന്താണ്, ദൈവം ഒരു തീരുമാനമെടുത്തു, അല്ലെ. തന്റെ ശക്തിയുടെ വലിപ്പം കാണിക്കുവാനും, അല്ലെ, ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാനും ദൈവം തീരുമാനമെടുത്തു, അല്ലെ. അങ്ങനെ തീരുമാനമെടുത്തതിന്റെ ഫലമായാണ് നമുക്കറിയാം ബാധകളെ അയച്ചു, അല്ലെ. ബാധകളെ മിസ്രൈമിലേക്ക് ദൈവം അയച്ചു. കാരണം ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിപ്പാനുള്ള ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം ബാധകളെ അയച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഫൈനലി വിടുവിച്ചു. എങ്ങനെയാണ് വിടുവിച്ചു? 10-ാമത്തെ ബാധയും കഴിഞ്ഞ് അവരുടെ മൂത്ത സന്താനം മരിക്കുന്ന അവസ്ഥയിൽ വരെ എത്തി. അങ്ങനെ ഫൈനലി എന്തോ സംഭവിക്കുന്നത്? ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിടുവിക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ നമുക്ക് മുന്നോട്ട് വന്നാൽ നേരിടുന്ന ആദ്യത്തെ പ്രശ്നം നാം കാണുന്നുണ്ട്, ചെങ്കടൽ, അല്ലെ. ചെങ്കടലിന്റെ മുമ്പിൽ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു ഇസ്രായേൽ ജനത്തെ നാം പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്, അല്ലെ. അപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ നാം അത് വായിക്കുമ്പോൾ ചെങ്കടലിന് മുമ്പിലെത്തിയപ്പോൾ മോശ നേതൃത്വം നൽകുന്ന ഇസ്രായേൽ മക്കൾക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അവിടെ എന്താണ് ദൈവം ചെയ്തത്? ദൈവം ചെങ്കടലിനെ വിഭാഗിച്ചു, അല്ലെ. അങ്ങനെ വളരെ അത്ഭുതകരമായി ചെങ്കടലിനെ വിഭാഗിക്കുന്ന ഒരു വിവരണം നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ചെങ്കടലിനെ ദൈവം വിഭാഗിച്ചു. നമ്മൾ പാട്ടുകളൊക്കെയും പാടുന്ന ഒരു വാക്യഭാഗമാണ്, അല്ലെങ്കിൽ ഒരു പാസേജ് ആണ് ഈ ചെങ്കടലിനെ വിഭാഗിച്ചത്. ഫറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോന് ഞാൻ അന്യനല്ല, അല്ലെ. അങ്ങനെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ദൈവം ഇസ്രായേൽ മക്കളെ വിടുവിച്ചു. ചെങ്കടലിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചെങ്കടലിനെ വിഭാഗിച്ചു, അല്ലെ. ചെങ്കടലിനെ വിഭാഗിച്ച് ഇസ്രായേൽ മക്കളെ അത്ഭുതകരമായി ഒരു പാതയൊരുക്കി, അല്ലെ. ചെങ്കടലിൽ കൂടെ ഒരു പാതയൊരുക്കി. അങ്ങനെ ഇസ്രായേൽ മക്കളെ നടത്തി. പുറകിൽ വന്ന ഫറവോനും സൈന്യവും മുങ്ങിപ്പോയി. അങ്ങനെ ചെങ്കടലിൽ കൂടെ ഇസ്രായേൽ മക്കളെ ദൈവം അത്ഭുതകരമായാണ് നടത്തിയത്. അങ്ങനെ അത്ഭുതകരമായി അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഇസ്രായേൽ മക്കൾ, പക്ഷെ എന്താണ് പിന്നീട് സംഭവിച്ചത്? മരുഭൂമിയിലെത്തിയപ്പോൾ ഇസ്രായേൽ മക്കൾ പിറുപിറുക്കുവാൻ തുടങ്ങി, അല്ലെ. നമുക്ക് പുറപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അങ്ങനെ ചെങ്കടലിൽ കൂടി ദൈവം അത്ഭുതം. അപ്പം മനസ്സിലാക്കണം, ഫറവോന്റെ അടിമത്തത്തിൽ 400 വർഷം ഫറവോന്റെ അടിമത്തത്തിൽ കിടന്നിരുന്ന ഇസ്രായേൽ മക്കൾ, അവിടെ നിന്ന് ദൈവം വിടുതൽ നൽകി. ചെങ്കടലിൽ കൂടി ദൈവം അത്ഭുതകരമായി നടത്തി, അല്ലെ. അങ്ങനെ ചെങ്കടലിൽ കൂടി അത്ഭുതകരമായി നടത്തിയ ശേഷം മരുഭൂമിയിലേക്ക് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ജനം പിറുപിറുക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടും, ദൈവത്തിന്റെ അടയാളങ്ങൾ കണ്ടിട്ടും, ദൈവം ചെയ്ത വൻ പ്രവർത്തികളെ കണ്ടിട്ടും ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന ഒരു ജനത്തെയാണ് നാം ഇസ്രായേൽ മക്കളിൽ കാണുന്നത്. ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്നത്, അല്ലെ. ഇസ്രായേൽ മക്കളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്നതാ. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നാം ഭൂതകാലത്തിൽ കണ്ടിട്ടുണ്ട്. ദൈവം ചെയ്തിരിക്കുന്ന അടയാളങ്ങൾ, ദൈവം ചെയ്തിരിക്കുന്ന അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ പല വൻ കാര്യങ്ങളെയും ദൈവം പല കാലങ്ങളിലായി ചെയ്തിട്ടുണ്ട്. എങ്കിലും നാം പലപ്പോഴും ദൈവത്തിനെതിരെ പിറുപിറുത്തിട്ടുണ്ട്. ചിലപ്പോൾ പരസ്യമായിട്ടായിരിക്കണമെന്നില്ല, രഹസ്യമായിട്ട് നമ്മുടെ മനസ്സിൽ, ദൈവമേ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? എന്തുകൊണ്ട് ഞാൻ ഇതിലൂടെ പോയി? നിന്നെ യഥാർത്ഥമായി സേവിക്കാൻ ഞാൻ ഇറങ്ങി, എന്തുകൊണ്ട് എനിക്കിത് ഭവിച്ചു, അല്ലെ. ഞാൻ എന്തുകൊണ്ട് ഈ കഷ്ടതയിലൂടെ പോകുന്നു? ദൈവമേ നിനക്ക് എന്തുകൊണ്ട് അത്ഭുതം പ്രവർത്തിച്ചുകൂടാ? അല്ലെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കാൻ താമസിച്ചാൽ നാം ദൈവത്തോട് ചോദ്യങ്ങളെ ചോദിക്കാൻ തുടങ്ങും. എന്തുകൊണ്ട് കർത്താവ്, എന്തുകൊണ്ട് ദൈവമേ താമസിക്കുന്നു? എത്രത്തോളം താമസം? സങ്കീർത്തനത്തിൽ പോലും നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് എത്രത്തോളം താമസം. കാരണം നാം മനുഷ്യരാണ്. നാം നമ്മുടെ ഫ്ലഷിൽ, നമ്മുടെ ഈ ശരീരത്തിൽ നമുക്ക് എപ്പോഴും പലതും ക്വിക്കായിട്ട് വേണം, അല്ലെ. ഇന്നത്തെ കാലത്ത് ഫാസ്റ്റ് ഫുഡ് വളരെ ഫേമസ് ആണ്. നമുക്ക് സമയമില്ല ഒന്നിനും. നമുക്കെല്ലാം വളരെ പെട്ടെന്ന് വേണം. ആ ഒരു കാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഫുഡ് മാത്രമല്ല, ആഹാരം മാത്രമല്ല, എല്ലാം പെട്ടെന്ന് വേണം, അല്ലെ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പെട്ടെന്ന് വേണം. നമ്മുടെ രോഗത്തിന് സൗഖ്യം പെട്ടെന്ന് വേണം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്. ദൈവമക്കളായ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നതാണ്, അല്ലെ. പലപ്പോഴും നാം ക്രിസ്തുവിന്റെ ഓഹരിക്ക്, നമ്മുടെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. ക്രിസ്തുവിനെ ഞാൻ മുമ്പേ പറഞ്ഞത് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ ക്രിസ്തീയ ജീവിത യാത്രയിൽ പലപ്പോഴും നാം മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ ക്ലേശങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, നാം കഷ്ടതയിലൂടെ പോകുമ്പോൾ, പ്രയാസങ്ങളിലൂടെ പോകുമ്പോൾ ഒക്കെയും നാം ചില ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്.
ദൈവമേ എന്തുകൊണ്ട് ഞാൻ ഇതിലൂടെ പോകുന്നു, അല്ലേ? അതുപോലെ ഇസ്രായേൽ മക്കളും തന്നെ അത് തന്നെ കാണുന്നത്. ഇസ്രായേൽ മക്കൾ അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറച്ചുകൂടെ വലുതാണ്, ഫ്രീക്വൻസി വലുതാണ്. കാരണം അവർ പിറുപിറുക്കുവാൻ തുടങ്ങി പരസ്യമായി, മോശയുടെ മുമ്പിൽ പിറുപിറുക്കുവാൻ തുടങ്ങി. വളരെ പ്രത്യക്ഷമായി ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കണ്ട ഒരു ജനം, വളരെ പ്രത്യക്ഷമായി ദൈവത്തിന്റെ വഴികളെ, ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ ശ്രദ്ധിച്ച അല്ലെങ്കിൽ കണ്ട ദൃസാക്ഷികളായ ഇസ്രായേൽ മക്കളാണ് ദൈവത്തിനെതിരെ പിറുപിറുക്കുവാൻ തുടങ്ങിയത്. അങ്ങനെ ഫൈനലി ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തിയ ശേഷവും ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകാത്ത ഒരു കൂട്ടരെയാണ് നാം ഇസ്രായേൽ മക്കളിൽ കാണുന്നത്, അല്ലേ? ദൈവം മിസ്രൈമിയുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു, ഫറവോൻ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു, അവരെ ചെങ്കടലിൽ കൂടി നടത്തി, അല്ലെ? ഒരു വഴിയൊരുക്കി. എത്ര വലിയ അത്ഭുതമാണ്! ചെങ്കടലിൽ കൂടെ പാതയൊരുക്കി രക്ഷിച്ച ഒരു ദൈവം. എത്ര വലിയ ഒരു ദൈവത്തെ ആണ് നാം സേവിക്കുന്നത്, അല്ലെ? അന്ന് ചെങ്കടലിൽ പാതയൊരുക്കിയ ദൈവത്തെ തന്നെയാണ് ഇന്നും നാം സേവിക്കുന്നത്. ഹീസ് അൺചേഞ്ചിങ് ഗോഡ്. ദൈവത്തിന് ഒരു മാറ്റമില്ല. അപ്പൊ അങ്ങനെ ചെങ്കടലിൽ പാതയൊരുക്കിയ ദൈവം, ആ ദൈവത്തിനെതിരെ ഇവർ പിറുപിറുക്കുവാൻ തുടങ്ങിയാണ്, അല്ലേ? ചിലപ്പോൾ അത് ആഹാരം കിട്ടുവാൻ താമസിക്കുന്നതായിരിക്കാം, വെള്ളം കിട്ടുവാൻ താമസിക്കുന്നതായിരിക്കാം, അങ്ങനെ പല പല കാരണങ്ങൾ നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആവർത്തനം 2:14 നമുക്കറിയാം. അതിന്റെ ഫലമായി എന്താണ് സംഭവിച്ചത്? 38 വർഷം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നു, അല്ലെ? കാദേശ് ബർന്നയിൽ വെച്ച് നമുക്ക് ആവർത്തനം അതിലോട്ടൊന്നും പോകുന്നില്ല ഞാൻ. ആവർത്തനം 2:14 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 38 വർഷം മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കുന്ന ഇസ്രായേൽ മക്കളെ നാം കാണുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ദൃഷ്ടാന്തമാണ്, അല്ലെ? ദിസ് ഇസ് എ ഇമേജ് ഫോർ us, ദിസ് ഇസ് എ പിക്ചർ ഫോർ us. ഇസ്രായേൽ മക്കളുടെ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കൽ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നത് കൊണ്ട്, ദൈവത്തിനെതിരെ ദൈവത്തിലുള്ള അവിശ്വാസം കൊണ്ട്, ദൈവത്തിനുള്ള അനുസരണക്കേട് കൊണ്ട് ആണ് ഇത് സംഭവിച്ചത്. ഇസ്രായേൽ മക്കളുടെ പ്രതികരണം, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളും ദൈവത്തിന്റെ വലിയ കാര്യങ്ങൾക്കുള്ള ഇസ്രായേൽ മക്കളുടെ പ്രതികരണം എന്ന് പറയുന്നത് അവിശ്വാസവും അനുസരണക്കേടുമായിരുന്നു. ഇതേ അവിശ്വാസവും ഇതേ അനുസരണക്കേടും നമ്മുടെ ജീവിതത്തിനും പലപ്പോഴും നാം നേരിടുന്ന ഒരു കാര്യമാണ്, അല്ലെ? വിശ്വാസികളായ നമ്മൾ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെല്ലാം ദൈവത്തിന്റെ ശരീരമാണ്. വി ആർ ഓൾ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, റൈറ്റ്? ചർച്ച് ഇസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ സഭ ദൈവത്തിന്റെ ശരീരമാണ്. ആ ശരീരത്തിന്റെ ഭാഗമാണ് നാം ഓരോരുത്തരും. എന്നാൽ ജീവിതയാത്രയിൽ പലപ്പോഴും നാമും അവിശ്വാസത്തിലൂടെയും അനുസരണക്കേടിലൂടെയൊക്കെയും പോകും, അല്ലെ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പലവിധ സന്ദർഭങ്ങളിലായിരിക്കാം അത്. നാം നന്നായി പോകുമ്പോൾ, നമുക്ക് നല്ലൊരു ജോലിയുള്ളപ്പോൾ, നമ്മുടെ കുടുംബം നന്നായി പോകുമ്പോൾ ഒന്നും ചിലപ്പോൾ നമുക്ക് അനുസരണക്കേടിന്റെ ആ ഒരു സ്ഥിതി വരാറില്ല, അല്ലെങ്കിൽ അവിശ്വാസത്തിന്റെ സ്ഥിതി വരാറില്ല. നാം ഒരു കംഫർട്ട് സോണിലാണ് പോകുന്നത്. നാം ഒരു ഇല്ലസ്ട്രേഷൻ പറയുകയാണെങ്കിൽ, നമ്മളൊരു വണ്ടിയിൽ കയറി വണ്ടി ഓണാക്കി സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു കോൺസ്റ്റന്റ് സ്പീഡിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. വണ്ടിക്ക് യാതൊരു തകരാറൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കും. ആക്സിലേറ്ററിൽ, ഗ്യാസ് പെഡലിൽ നമ്മൾ കാലമർത്തി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. എന്നാൽ വണ്ടിക്ക് എന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ, അല്ലേ, പിന്നീട് വണ്ടി സ്മൂത്തായിട്ടായിരിക്കത്തില്ല പോകുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്ര അത് തന്നെയാണ്. ജീവിതയാത്ര ഇങ്ങനെ വളരെ സുഭിക്ഷമായി, വളരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകണം, അതിങ്ങനെ പൊക്കോണ്ടിരിക്കും. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ ഇല്ലസ്ട്രേഷൻ പോലെ വണ്ടിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ, നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും, അല്ലേ? ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കും? നാം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളായി തീരുമോ? നാം വിഷമിക്കുന്ന ആളായി തീരുമോ? പ്രതിസന്ധികളിൽ പതറുന്ന ഒരാളായി തീരുമോ? അതോ ദൈവത്തിൽ നമ്മുടെ പ്രത്യാശ വെച്ച് പിന്നെയും നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമോ എന്നുള്ളതാണ് ദൈവം ഉറ്റുനോക്കുന്നത്. അപ്പം എബ്രായ ലേഖനം 3 ആദ്യ വാക്യത്തിൽ നമ്മൾ കണ്ടതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും ഈ യേശു ക്രിസ്തുവിൽ നമ്മുടെ ഫോക്കസ് വെച്ചാൽ, യേശു ക്രിസ്തുവിലാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എന്ത് ക്ലേശങ്ങൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും, നാം എന്ത് പീഡയിലൂടെ പോയെന്ന് പറഞ്ഞാലും നാം മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കും. അതിനാണ് ദൈവം തന്റെ കൃപ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നത് അതിനാണ്. കാരണം നാം മുന്നോട്ട് പോകുന്നത് നമ്മുടെ സ്വയപ്രയത്നം കൊണ്ടല്ല, നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, നമുക്ക് എടുത്തു പറയാനൊന്നുമില്ല, അല്ലെ? നാം ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് നമ്മുടെ കുടുംബ പാരമ്പര്യവും നമ്മുടെ മഹത്വവും നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത ഒന്നും കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ കൃപയാൽ നാം പ്രാപിച്ച രക്ഷ, ആ രക്ഷയെ ഭയത്തോടും വിറയലോടും കൂടെ നാം മുന്നോട്ട് ആ രക്ഷയെ
വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രെംബിളിംഗ് എന്നാണ് ഫിലിപ്പിയ ലേഖനം 2 പറയുന്നത്. ഭയത്തോടും വിറയലോടും ദൈവത്തെ നാം സേവിക്കണം. അപ്പോൾ അതിന് ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ് ഈ രക്ഷയെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും തരും. ഈ കൃപ എന്ന് പറയുന്ന കൃപയ്ക്ക് 3 കാലങ്ങളുണ്ട്. നമുക്കറിയാം, ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം. ഈ 3 കാലത്തിലൂടെ നാം പോകുമ്പോൾ കൃപയെ ദൈവം അനുദിനം തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കൃപ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അവിടെ പീഡനങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചോദ്യചിഹ്നങ്ങൾ വരുമ്പോൾ നാം ക്രിസ്തുവിൽ അടിപതറാതെ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലും എബ്രായ വിശ്വാസികളെ കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ പീഡനങ്ങൾ നേരിട്ടപ്പോഴും കർത്താവായ യേശുക്രിസ്തുവിൽ അവർ അടിസ്ഥാനം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ഈ ലേവ്യ പൗരോഹിത്യത്തിലും അല്ലെങ്കിൽ അവരുടെ ഓൾഡ് റിലീജിയസ് സിസ്റ്റം, ഓൾഡ് റിച്വൽ സിസ്റ്റം, പഴയ നിയമത്തിന്റെ യാഗങ്ങളും പഴയ നിയമ ഉടമ്പടിയിലും തിരിച്ചു പോകുവാനുള്ള ഒരു പ്രേരണ അവർക്കുണ്ട്. അങ്ങനെ തിരിച്ചു പോകുവാൻ നിൽക്കുന്ന ഒരു പറ്റം വിശ്വാസികളോടാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. എന്നിട്ട് 12-ാം വാക്യത്തിൽ പറയുന്നത് ജീവനുള്ള സത്യദൈവത്തെ ത്യജിക്കാതിരിക്കേണ്ടതിന്. അപ്പൊ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 3-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെ നമ്മൾ വായിച്ചത്. അപ്പൊ നമ്മൾ കണ്ടു, ദൈവത്തെ പരീക്ഷിച്ച ഒരു കൂട്ടരായിരുന്നു ഇസ്രായേൽ മക്കൾ. അപ്പോൾ ഈ ഇസ്രായേൽ മക്കളിലെ ദൈവത്തെ പരീക്ഷിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? രഫദീമിൽ വെച്ച് അവർക്ക് കുടിപ്പാൻ വെള്ളം, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പം ആ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഈ എബ്രായർ 3:8 മുതൽ 11 വരെ ഉള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. രഫദീമിൽ അവർക്ക് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അങ്ങനെ എന്താണ് നടന്നത്? ജനം കലഹിച്ചു, അല്ലെ? ജനം കലഹിച്ചത് നിമിത്തം ഫൈനലി മോശ യഹോവയുടെ നിലവിളിച്ചു. പുറപ്പാട് പുസ്തകം 17 നമ്മൾ ഇത് കാണുന്നുണ്ട് ഈ കഥ. അപ്പൊ അങ്ങനെ ഫൈനലി മോശയ്ക്ക് നിവൃത്തി കെട്ട് മോശ എന്തോ ചെയ്ത്? മോശ യഹോവയുടെ നിലവിളിച്ചു. കുടിപ്പാൻ അവർക്ക് വെള്ളമില്ലായിരുന്നു. അങ്ങനെ ഫൈനലി യഹോവ പാറയടിക്കാൻ പറഞ്ഞു. അങ്ങനെ പാറയെ അടിച്ച് വെള്ളം പുറത്തു വന്നു, അല്ലെ? മോശ പാറയെ അടിച്ചു. അപ്പോൾ എന്താണ് പിന്നീട് സംഭവിച്ചത്? അവരുടെ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ പരീക്ഷിച്ച നിമിത്തം, നമുക്ക് പുറപ്പാട് 17:7 അത് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ 2 പേരുകൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? മസ്സായും മെരീബേ. അതാണ് നമ്മൾ മുമ്പേ സങ്കീർത്തനത്തിൽ വായിച്ചത്. സങ്കീർത്തനം 95 നമ്മൾ വായിച്ചത്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, 95-ന്റെ 8-ാം വാക്യം, മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങൾ ഹൃദയത്തെ കഠിനമാക്കരുത്. എന്തുകൊണ്ട് മെരീബയെ പോലെ മസാ നാളിനെ പോലെ എന്ന് പറയുന്നത്? മസ എന്ന് പറയുന്നത് പരീക്ഷയും, മെരീബ എന്ന് പറയുന്നത് കലഹവും എന്നാണ് അർത്ഥം എന്ന് പറയുന്നത്. അത് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ 17 കാണുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 2 പേരുകൾ ഇടാൻ കാരണമായത്? അവരുടെ കലഹം നിമിത്തമാണ്. ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്നവർ പരീക്ഷിച്ച നിമിത്തം. അങ്ങനെ 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ 2 പേരുകൾ അവരിട്ടത്, മെരീബയും മസായും. മസ എന്ന് പറയുന്നത് പരീക്ഷയും, മെരീബ എന്ന് പറഞ്ഞാൽ കലഹവും എന്നർത്ഥം. അങ്ങനെ ആണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദ് ഓർമ്മിപ്പിക്കുകയാണ്, അന്നത്തെ പ്രേക്ഷകർ, അന്നത്തെ ഓഡിയൻസിനെ ഓർമ്മിപ്പിക്കുകയാണ്, അനേക വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിതാക്കന്മാർക്ക് ഇത് പറ്റി, അല്ലെ? ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെ മരുഭൂമിയിൽ മസാ നാളിനെ പോലെ നിങ്ങൾ ഹൃദയത്തെ കഠിനമാക്കരുത്. അനേക വർഷങ്ങൾക്ക് ശേഷം ദാവീദ് ഇത് എഴുതുക. പിന്നീട് ഒരു 1000 വർഷം കഴിഞ്ഞിട്ടാണ് എബ്രായ ലേഖന കർത്താവ് ഈ വാക്യങ്ങളെ റെഫർ ചെയ്യുന്നത്, ഈ വാക്യങ്ങളെ കോട്ട് ചെയ്യുന്നത്. ഇതേ വാക്യങ്ങൾ ഇപ്പോഴും ആപ്ലിക്കബിൾ ആണ്, അല്ലെ? അങ്ങനെയാണ് എബ്രായ വിശ്വാസികൾക്ക് ഈ ലേഖനം എഴുതുമ്പോൾ എബ്രായ ലേഖന കർത്താവ് എബ്രായർ 3:8 പറയുന്നത്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്, അല്ലെ? അപ്പൊ അതേ വാക്യശകലങ്ങളെ എബ്രായ ലേഖന കർത്താവ് കോട്ട് ചെയ്യുകയാണ്. ഇപ്പോഴും നിങ്ങൾ ഒരു അവസ്ഥ നേരിടുന്നുണ്ട്. എന്താണ്? ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുകയാണ്, അല്ലെ? ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്നാണ് എബ്രായ ലേഖന കർത്താവ് ഈ സങ്കീർത്തനം 95 ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. കാരണം മരുഭൂമിയിൽ വെച്ച് നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി, അല്ലെ? ദൈവം ഇത്ര അധികം അത്ഭുതങ്ങൾ ചെയ്തിട്ടും, ദൈവം ഇത്ര അധികം വൻ പ്രവൃത്തികളെയും അത്ഭുത വഴികളെ കാണിച്ചു കൊടുത്തിട്ടും അവരവരുടെ ഹൃദയത്തെ കഠിനമാക്കി, അല്ലേ? അവർ യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും സംശയിച്ച ഇസ്രായേൽ മക്കൾ, അല്ലേ?
ദൈവം ഇത്രയും അത്ഭുതകരമായി നടത്തിയിട്ട് യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും സംശയിച്ചു നിൽക്കുന്ന ഇസ്രായേൽ മക്കളാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. അങ്ങനെ ആ പിതാക്കന്മാരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ദാവീദ് 95-ാം സങ്കീർത്തനത്തിൽ എഴുതുന്നത്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെ മസാനാളിനെ പോലെ ഹൃദയത്തെ കഠിനമാക്കരുത്. അല്ലേ? കലഹം കാരണമോ പരീക്ഷകൾ കാരണമോ നിങ്ങൾ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇന്നത്തെ ദൈവജനത്തോടും, പ്രത്യേകിച്ച് ഇപ്പോൾ ബോസ്റ്റൺ പ്രെയർ ലൈനിൽ എന്നെ ശ്രവിക്കുന്ന ദൈവജനത്തോടും ഇതേ കാര്യമാണ് പരിശുദ്ധാത്മാവിനും പറയാനുള്ളത്. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ പരീക്ഷിച്ചു. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ പരീക്ഷിച്ച് അവരുടെ ഹൃദയത്തെ കഠിനമാക്കി. പരീക്ഷ നിമിത്തവും കലഹം നിമിത്തവും അവരുടെ ഇടയിൽ കലഹമുണ്ടായി, അവരുടെ ഇടയിൽ പരീക്ഷകൾ നേരിടേണ്ടി വന്നു. അത് നിമിത്തം അവരവരുടെ ഹൃദയത്തെ കഠിനമാക്കി. എന്നാൽ ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ഞാൻ ഉൾപ്പെടെ എന്നോട് കൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഹൃദയത്തെ ഒരിക്കലും നാം കഠിനമാക്കരുത്. അതാണ് ഈ 12-ാം വാക്യത്തില് ഹൃദയത്തെ പറ്റി പറയുന്നത്. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ഹൃദയം, ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുകയും. ദുഷ്ടഹൃദയം ഉണ്ടാകാതെ നോക്കേണ്ട കടമ നമുക്കാണ്, അല്ലെ? കാരണം നമ്മെ ദൈവം രക്ഷിച്ചു, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. അങ്ങനെ വീണ്ടെടുത്ത ദൈവജനമായ നാം നമ്മുടെ ഇടയിൽ, അല്ലെ നമ്മുടെ ഉള്ളിൽ ദുഷ്ടഹൃദയം വരാതെ നോക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. നമുക്കറിയാം യെരമ്യാ പ്രവചനം 7:24, യെരമ്യാവ് 7:24 യെരമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, എന്നാൽ അവർ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ആലോചനയിലും ദുഷ്ടാഠ്യത്തിലും നടന്ന് മുമ്പോട്ടല്ല പുറകോട്ട് തന്നെ പോയി കളഞ്ഞു. ഇസ്രായേൽ മക്കളെ പറ്റിയാണ് യെരമ്യാ പ്രവാചകൻ പറയുന്നത്. യെരമ്യാവ് 7:24 ഞാൻ വായിച്ചത്. അവർ ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണ് യെരമ്യാവ് അവിടെ. ഇസ്രായേൽ മക്കൾ എന്തോ ചെയ്തത്? ഈ ദുഷ്ടഹൃദയം അവർ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ, അല്ലെ? ദൈവത്തെ അനുസരിക്കുകയോ ദൈവത്തെയോ ശ്രദ്ധിക്കാതെ, നിങ്ങളുടെ ലീഡേഴ്സിനെ ശ്രദ്ധിക്കാതെ ദുഷ്ടഹൃദയത്തിന്റെ ആലോചനയിലും ദുശാഠ്യത്തിലും നടന്ന് മുമ്പോട്ടല്ല പുറകോട്ട് തന്നെ പൊക്കളഞ്ഞു. മുമ്പോട്ട് പോകുവാനാണ് ദൈവം അവരെ വിളിച്ചത്, അല്ലെ? ദൈവങ്ങളുടെ ഹൃദയത്തിൽ കൊടുത്ത പ്രേരണ പ്രകാരം മുന്നോട്ട് പോകുക എന്നുള്ള ഒരാലോചനയിലാണ് ദൈവം അവരെ നടത്തുന്നത് പോലും മരുഭൂമിയിലൂടെ. എന്നാൽ മരുഭൂമിയിലൂടെ നടന്നപ്പോൾ അവർ പിറുപിറുത്തു, അനുസരണക്കേട് കാണിച്ചു, അവിശ്വാസത്തിന്റെ നിമിഷങ്ങളുണ്ടായി, അവിശ്വാസത്തിന്റെ സമയങ്ങളുണ്ടായി. അപ്പോൾ യെരമ്യാ പ്രവാചകൻ പറയുകയാണ്, തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യത്തിലും ആലോചനയിലും ദുശാഠ്യത്തിലും നടന്ന് മുമ്പോട്ടല്ല പുറകോട്ട് തന്നെ പൊക്കളഞ്ഞു. ഈ 12-ാം വാക്യത്തിൽ നമ്മൾ എന്തോ വായിക്കുന്നത്? സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ. എബ്രായ ലേഖനകർത്താവ് എബ്രായ വിശ്വാസികൾക്ക് എഴുതുകയാണ്. അതായത് പഴയ നിയമ ആചാരങ്ങളിലേക്കും ലേവ്യ പൗരോഹിത്യത്തിലേക്കും പോകാൻ നിൽക്കുന്ന വിശ്വാസികളോട് എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, ആ ദുഷ്ടഹൃദയം നിങ്ങൾക്കുണ്ടാകരുത്. ആ ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കണം. അങ്ങനെ ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കാൻ നോക്കണമെങ്കിൽ എന്തോ നാം ചെയ്യേണ്ടത്? അതാണ് ആദ്യ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, മഹാപുരോഹിതനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അല്ലെ? എത്ര മനോഹരമായാണ് എബ്രായ ലേഖനകർത്താവ് 3-ാം അധ്യായത്തിൽ അത് പ്രതിപാദിച്ചിരിക്കുന്നത്. ദുഷ്ടഹൃദയം നമ്മിൽ ഉണ്ടാകാതിരിക്കുവാൻ, അല്ലെങ്കിൽ ദുഷ്ടഹൃദയത്തിന് ഉണ്ടാകാനുള്ളൊരു സമയം നാം കൊടുക്കാതിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അതാണ് 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ ഫോക്കസ്, നമ്മുടെ അകക്കണ്ണുകൾ കർത്താവിലേക്കാണെങ്കിൽ, നമ്മുടെ അകക്കണ്ണുകൾ കർത്താവിൽ മാത്രമാണ് ശ്രദ്ധിച്ചു നോക്കുന്നെങ്കിൽ ദുഷ്ടഹൃദയം ഉണ്ടാകുവാൻ ഒരു ചാൻസും ഇല്ല. എന്നാൽ നാം കർത്താവിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ എടുത്ത് ലോകത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തിലേക്ക് നാം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ പാരമ്പര്യത്തിലേക്കോ നാം ക്രിസ്തീയ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കി നമ്മുടെ അറ്റൻഷൻ ഡിസ്ട്രാക്റ്റഡ് ആവുകയാണെങ്കിൽ, ഡിസ്ട്രാക്റ്റഡ് ആകുവാൻ പല കാരണങ്ങൾ കാണാം, അല്ലേ? ലോകത്തിലെ പല കാരണങ്ങളാകാം നമ്മെ ആകർഷിക്കുന്നത്. അങ്ങനെ നമ്മുടെ അകക്കണ്ണുകൾ കർത്താവിൽ നിന്ന് മാറ്റി ലോകത്തിലേക്ക് പോകുമ്പോൾ പിന്നീട് പതുക്കെ ആ ദുഷ്ടഹൃദയം ഉണ്ടാകുവാൻ തുടങ്ങും, അല്ലെ? പിന്നെ ദുഷ്ടതയിലേക്കും മ്ലേച്ഛതയിലേക്കും നമ്മുടെ ഹൃദയം പോകുവാൻ തുടങ്ങും. എന്നാൽ കർത്താവിൽ മാത്രമാണ് നമ്മുടെ അകക്കണ്ണെങ്കിൽ, കർത്താവിൽ മാത്രമാണ് നമ്മുടെ അകക്കണ്ണിൽ ഫോക്കസ് വെച്ചിരിക്കുന്നതെങ്കിൽ ദുഷ്ടഹൃദയം ഉണ്ടാകുമ്പോൾ ഒരു ചാൻസും ഇല്ല. പിശാച് വരാം, അല്ലെ? പിശാച് ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. പിശാച് പലവിധ പരീക്ഷകളുമായി പലവിധ ട്രിക്സുമായിട്ടൊക്കെ വരാം. എന്നാൽ കർത്താവിലാണ് നമ്മുടെ ഫോക്കസ് എങ്കിൽ നമ്മുടെ ഫോക്കസ് ഒരിക്കലും ഡിസ്ട്രാക്റ്റഡ് ആവത്തില്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നാം പല കാര്യങ്ങൾ സംഗ്രഹിക്കുകയും നമ്മുടെ മനസ്സിനെ നാം ഒന്ന്
നിയന്ത്രിക്കാതെ നമ്മുടെ മനസ്സിനെ മറ്റ് പല വഴികളിലേക്കും വിടുകയാണെങ്കിൽ പിന്നീട് ഹൃദയത്തിൽ പതുക്കെ ദുഷ്ടഹൃദയം ഉണ്ടാകുവാൻ തുടങ്ങും. അങ്ങനെ പതുക്കെ ദുഷ്ടഹൃദയം ഉണ്ടാകാൻ തുടങ്ങും. എന്തോ സംഭവിക്കുന്നത്? നാം ദൈവത്തെ സംശയിച്ചു തുടങ്ങും. അങ്ങനെ നാം നമ്മുടെ ദുഷ്ടഹൃദയത്തിന്റെ ആലോചനയിലും ദുശാഠ്യത്തിലും യിരെമ്യാവ് പറഞ്ഞതുപോലെ മുമ്പോട്ടല്ല, പിന്നീട് പുറകോട്ട് പോകാനാണ് നോക്കുന്നത്. പുറകോട്ട് പൊക്കോണ്ടിരിക്കും. കാരണം നമ്മൾ മുമ്പോട്ട് ക്രിസ്തീയ യാത്രയിൽ പോകുന്നില്ല, പിന്നെന്താ സംഭവിക്കുന്നത്? അവിടെ നിൽക്കത്തില്ല. പിന്നീട് നമ്മൾ ബാക്ക് സ്ലൈഡിങ്ങിലേക്കാണ് പോകുന്നത്. പിന്നീട് നമ്മൾ വീഴ്ചയിലേക്ക് പോവുക, പുറകോട്ട് പൊക്കോണ്ടിരിക്കുക. കാരണം നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു ആർമി, നമ്മളൊരു ആർമിയെ സങ്കല്പിക്കുക, നമ്മളൊന്ന് പിക്ചറൈസ് ചെയ്യുക. ഒരു ആർമി മാർച്ച് ചെയ്യുന്നത് എപ്പോഴും മുമ്പോട്ടാണ്, അല്ലേ? ആർമി ഒരിക്കലും പുറകോട്ട് മാർച്ച് ചെയ്യത്തില്ല. ആർമി എപ്പോഴും മുന്നോട്ടാണ് അവരുടെ ഫോക്കസ്. അവര് ആർമി മാർച്ച് ചെയ്യുന്നത് മുന്നോട്ടാണ്. ആർമി പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ പ്രശ്നമുണ്ട്, എന്തോ പ്രശ്നമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പൗലോസ് പോലും നമ്മളെ ഒരു ആർമിയോട് താരതമ്യം ചെയ്യുന്നുണ്ട് തന്റെ ലേഖനത്തിൽ. നമ്മളൊരു ക്രിസ്ത്യൻ ആർമിയാണ്. നമ്മെ ദൈവം മുന്നോട്ട് മാർച്ച് ചെയ്യാനാണ് വിളിച്ചത്. എങ്ങോട്ട്? നിത്യതയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെ? സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായ നാം നിത്യതയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ നിത്യതയിലോട്ട് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ദുഷ്ടഹൃദയം വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് ഒരു വാണിംഗ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. അപ്പൊ ഈ ദുഷ്ടഹൃദയത്തിൽ അവിശ്വാസം വരാം. ദൈവത്തെ അവിശ്വസിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടായേക്കാം, അല്ലെ? ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ ആ ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ എന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെയും വരാം, അല്ലെ? അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിലും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കുവാൻ നാം നോക്കണം. വിശ്വാസികൾ എന്ന നിലയിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാകുന്നു എന്നുള്ള നിലയിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം കരുതലെടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ദുഷ്ടഹൃദയം നമ്മിൽ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചു നോക്കുക. യിരെമ്യാവ് 17:9 പറയുന്നത്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവനാർ, അല്ലേ? ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ നമുക്ക് പോലും അറിയാൻ സാധിക്കില്ല. കാരണം ഹൃദയം വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു കാര്യമല്ലേ? ബ്ലഡ് പമ്പ് ചെയ്യുന്ന കാര്യം മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ, നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ മനുഷ്യനെന്ന നിലയിൽ നമ്മൾ ബന്ധപ്പെടാറുണ്ട്, നമ്മൾ പാടുപെടാറുണ്ട്. അപ്പോൾ അവിടെയാണ് തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത്, ഹൃദയത്തിലേക്ക് തന്നിരിക്കുന്ന നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. He has poured out his spirit into our hearts. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുള്ളപ്പോൾ പരിശുദ്ധാത്മാവ് പലതിലും നമുക്ക് വാർണിംഗ് സൈൻസ് തരും, അല്ലെ? ഒരു ക്രിസ്തീയ ഭക്തൻ അല്ലെ ഭക്തർ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവ് പലവിധ വാർണിംഗ് സൈൻസ് തരും. നമ്മുടെ ജീവിത യാത്രയിൽ നാം പല വിധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പലവിധ ക്ലേശങ്ങളാകാം, പ്രശ്നങ്ങളാകാം, പലവിധ പ്രതിസന്ധികളോടാകാം, ഏത് വഴികളോടാണെങ്കിലും നമുക്ക് പരിശുദ്ധാത്മാവ് ഒരു ഗൈഡൻസ് നൽകി തരുമല്ലേ? കാരണം നാം ക്രിസ്തീയ വിശ്വാസികളാണ്, ദൈവമക്കളാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉറപ്പായിട്ടും നമുക്ക് ഗൈഡൻസ് നൽകി തരും പലവിധ കാര്യങ്ങൾ. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിശ്വാസം കാരണം, നമ്മുടെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം കാരണം പലപ്പോഴും നാം ദൈവത്തിൽ ആശ്രയം വെക്കാറില്ല, അല്ലെ? നമ്മുടെ ആശ്രയം നാം നമ്മിൽ തന്നെ ചിലപ്പോൾ വെക്കും. നമ്മുടെ യോഗ്യതയിൽ, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയെ നമ്മൾ ശ്രേഷ്ഠമായി കരുതും പലപ്പോഴും കർത്താവിനെക്കാളും. നമ്മുടെ കുടുംബ പാരമ്പര്യത്തെ നാം ചിലപ്പോൾ ശ്രേഷ്ഠരായി കരുതും. നമ്മുടെ മക്കളെ നമ്മൾ ചിലപ്പോൾ ശ്രേഷ്ഠരായി കരുതും. നമ്മുടെ മാതാപിതാക്കളെ നാം ശ്രേഷ്ഠരായി കരുതും. ചിലപ്പോൾ ദൈവദാസന്മാരെ പോലും നാം ശ്രേഷ്ഠരായി കരുതും. അങ്ങനെ പലവിധ പെഡസ്റ്റലിലാണ് നമ്മൾ ആളുകളെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ആശ്രയം നമ്മിലായിരിക്കണമെന്നില്ല, പലവിധ ആളുകളിലായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അവർ പറയുന്നത് കേൾക്കും, മറ്റുള്ളവരുടെ ആലോചനയിൽ നമ്മൾ പിന്നെ കൺഫ്യൂസ്ഡ് ആവും. പിന്നെ പരിശുദ്ധാത്മാവ് പറയുന്നതാണോ കറക്റ്റ്, മറ്റുള്ളവർ പറയുന്നതാണോ, അതോ ഞാൻ എൻ്റെ സ്വയം പറയുന്നതാണോ കറക്റ്റ്? അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തന്നെ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലായി പിന്നീട് നമ്മുടെ യാത്ര ക്ലേശകരമാകുവാൻ ചാൻസ് ഉണ്ട്. പിന്നീട് അവിശ്വാസം കയറിക്കഴിഞ്ഞാൽ അത് വളരാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ ഹൃദയത്തിൽ. അപ്പൊ അതിനെ ഒരിക്കലും വളരുവാൻ അനുവദിക്കരുത്. അതിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ സമയം ഈ വാണിംഗ് തരുന്നത്. ഈ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം വന്നു കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ ദൈവത്തെ പോലും നാം ത്യജിച്ചു പോകും, അല്ലെ? ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ജീവനുള്ള സത്യദൈവത്തെ ത്യജിക്കാൻ പോലും അവർ തയ്യാറാണ്. അവർ പിന്നെയും പഴയ നിയമത്തിലേക്ക് പോവുകയാണ്, പഴയ നിയമ ആചാരങ്ങളിലേക്ക് പോവുകയാണ്.
ലേവ്യ പൗരോഹിത്യത്തിലേക്ക് പോവുകയാണ്. ക്രിസ്തുവിന്റെ പൗരോഹിത്യം അതിശ്രേഷ്ഠമാണ്, എന്നേക്കുമുള്ള പൗരോഹിത്യം. എനിക്കൊന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബോസ്റ്റൺ പ്രേരിലാണ് ഞാൻ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്ന് പ്രസംഗിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചു. അതായത് ദൈവത്തിന്റെ പൗരോഹിത്യത്തെ പറ്റി. മഹാപൗരോഹിത്യം, എന്നേക്കുമുള്ള ശ്രേഷ്ഠമായ പൗരോഹിത്യമാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്നുള്ളത്. എന്നേക്കുമായി നമുക്കായി യാഗമായി തീർന്നവൻ, അല്ലേ? തന്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി. എല്ലാ വർഷവും ഇനിയും ആടുകളെ യാഗം കഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതൊക്കെയും പ്രസംഗിച്ചതാണ്. അപ്പൊ ഇങ്ങനെ ശ്രേഷ്ഠമായ ഒരു പൗരോഹിത്യം അവർക്ക് മുമ്പിലുള്ളപ്പോഴാണ് എബ്രായ വിശ്വാസികൾ ലേവ്യ പൗരോഹിത്യത്തിലേക്ക് തിരിച്ചു പോകുന്നത്, പഴയ നിയമ ആചാരങ്ങളിലേക്ക് പോകുന്നത്. അവിടെയാണ് എബ്രായ ലേഖനകർത്താവ് എഴുതുന്നത്, നിങ്ങളിൽ ദുഷ്ടഹൃദയം വന്നാൽ, അവിശ്വാസം വന്നാൽ സംഭവിക്കാൻ ചാൻസ് ഉള്ളത് നിങ്ങൾ ജീവനുള്ള ദൈവത്തെ പോലും ത്യജിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കും ഇത് ആപ്ലിക്കബിൾ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ ഇത് പ്രസംഗിക്കുന്നത്. ഈ വചനത്തിൽ ഇത് എഴുതിയിരിക്കുന്നതിന്റെ കാരണം, ഈവൻ ആഫ്റ്റർ മെനി ഇയേഴ്സ്, അല്ലേ, ഈ വചനം എഴുതിയേക്കുന്ന ഏകദേശം AD 67-68 ഈ വചനം എഴുതിയിട്ട് ഏതാണ്ട് ഇപ്പോൾ 2000 വർഷമാകാൻ പോകുന്നു, അല്ലേ? എന്നിട്ടും ഇത് നമുക്ക് ആപ്ലിക്കബിൾ ആണ്. കാരണം അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം വന്നാൽ നാം ശരിക്കും ജീവനുള്ള ദൈവത്തെ പോലും ത്യജിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ അവിശ്വാസം ഇതിനകത്ത് നമ്മുടെ ഹൃദയത്തിൽ കയറി കഴിഞ്ഞാൽ ഈ അവിശ്വാസം പിന്നെ വളരുക ചെയ്യുന്നത്, അല്ലേ? അവിശ്വാസം വളർന്ന് വളർന്ന് ദൈവത്തിൽ പോലും നമുക്ക് വിശ്വാസമില്ലാതാവും. പല ജീവിത പ്രതിസന്ധികളും പല ജീവിത വേളകളും ആയിരിക്കാം അതിന് കാരണം. ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളായിരിക്കാം കാരണം. അവിടെയാണ് നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ആശ്രയം വെക്കേണ്ടത്, അല്ലേ? ഇന്ന് രാവിലെ സമയം ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നത്, അല്ലെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ആശ്രയം വെക്കുക. നമ്മെ നടത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദിനം ദൈവം തന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അയച്ചിരിക്കുന്നത് തന്റെ ആത്മാവിൽ ആശ്രയം വെക്കുവാനാണ്. തന്റെ ആത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ച് മുന്നോട്ട് പോകാനാണ്. ആത്മാവ് നമ്മളെ നയിക്കുന്നത്, ആത്മാവിനാൽ നാം നയിക്കപ്പെടുന്നത് ദൈവത്തിന്റെ ഒരു ഹിതമാണ്. ആ ഹിതത്തിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ 10:12 നമുക്കറിയാം, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പലപ്പോഴും നമുക്കൊരു വിചാരമുണ്ട്, നാം നിൽക്കുന്നു, സ്വയമേ നാം നിൽക്കുന്നു, നമ്മൾ ഇനി ഒരിക്കലും വീഴത്തില്ലെന്നുള്ളത്. പല വിശ്വാസ വീരന്മാരും പട്ടുപോയ ഒരു പോർക്കളത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അത് നാം മറന്നു പോകരുത്. പലരും തങ്ങളുടെ യാത്ര തുടങ്ങിയത് വളരെയധികം വിശ്വാസത്തോടെ. ഈ വിശ്വാസ പോർക്കളത്തിൽ അനേകർ ഓട്ടം തുടങ്ങിയതാണ്, അല്ലേ? അനേകർ ഓട്ടം തുടങ്ങിയിട്ട് ഓട്ടം മുഴുമിപ്പിക്കാതെ പലരും പിൻവാങ്ങിപ്പോയി, പലരും പട്ടുപോയി, പലരും വീണുപോയി. എന്നാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ ഓട്ടം തികയ്ക്കുവാനാണ്. ഈ ഓട്ടം തികയ്ക്കുവാനാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദാനം ചെയ്തിരിക്കുന്നത്. ഈ ഓട്ടം തികയ്ക്കുവാനാണ് ദൈവം തന്റെ കൃപ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ഈ ഓട്ടം തികയ്ക്കുവാനാണ് ദൈവം തന്റെ കരുണ നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം പാപം പലപ്പോഴും ചെയ്യുമ്പോഴും ദൈവം ദീർഘക്ഷമയുള്ളവനായിരിക്കുന്നത്. കാരണം നമ്മുടെ ഓട്ടം നാം തികയ്ക്കണം. പലരും പട്ടുപോയ ഈ പോർക്കളത്തിൽ ഈ ക്രിസ്തീയ ഓട്ടം തികയ്ക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഈ ഓട്ടം ഓടുന്നതിൻ്റെ ഇടയിൽ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കുവാൻ നാം നോക്കണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവനുള്ള ദൈവത്തെ ത്യജിക്കുവാൻ പോലും ചാൻസ് ഉണ്ട്. അതിനുള്ള സാധ്യതകൾ അനവധിയാണ്. അവിശ്വാസം നമ്മുടെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൽ കയറിക്കഴിഞ്ഞാൽ, പിന്നീട് നാം ദൈവം പറയുന്നത് പോലും അവിശ്വസിച്ചുകൊണ്ട്, വചനം പറയുന്നത് പോലും അവിശ്വസിച്ചുകൊണ്ട്, നമ്മുടെ ഹിതപ്രകാരം നമ്മുടെ സ്വയത്തിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ വചനം എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന്, അല്ലെ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയങ്ങൾ ഉണ്ടാകാതിരിക്കേണ്ടതിന് ഉണ്ടാകാതിരിക്കുവാൻ നോക്കുകയും. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. ഈ രാവിലെ സമയം നമ്മുടെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് നാം മാറിപ്പോകരുത്. നാം പലപ്പോഴും ചിലപ്പോൾ സ്വയമേ നിൽക്കുന്നു എന്ന് തോന്നാം. അപ്പോഴാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലാകട്ടെ, നമ്മുടെ ആശ്രയം ദൈവത്തിലാകട്ടെ, അല്ലേ? തന്റെ കൃപയിലാകട്ടെ നമ്മുടെ ആശ്രയം. തന്റെ പരിശുദ്ധാത്മാവിന്റെ മാത്രമാണ് നാം നയിക്കപ്പെടേണ്ടത്. മറ്റൊരു കാര്യത്താലുമല്ല, മറ്റൊരാളുമാൽ അല്ല നാം നയിക്കപ്പെടേണ്ടത്. മറിച്ച് പരിശുദ്ധാത്മാവിനാൽ ആയിരിക്കണം നാം നയിക്കപ്പെടേണ്ടത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം നാം നയിക്കേണ്ടത് ആത്മാവിനാലായിരിക്കണം. മത്തായി 5:8 നമ്മൾ കാണുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പൊ ദുഷ്ടഹൃദയം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയില്ല. മറിച്ച് മത്തായി 5:8 പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്, അല്ലെ? ദുഷ്ടഹൃദയം
ദുഷ്ടഹൃദയമുള്ളവർ ദൈവത്തെ കാണുകയില്ല. ദുഷ്ടഹൃദയമുള്ളവർ അവിശ്വാസത്തിലേക്ക് നയിക്കപ്പെടുക ചെയ്യുന്നത്. മറിച്ച് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതാണ് ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവരായിരിക്കുക നാം ഓരോരുത്തരും, അല്ലെ? ദുഷ്ടഹൃദയം എന്തെങ്കിലും അതിനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തിനുള്ള എന്തെങ്കിലും സ്കോപ്പോ ചാൻസോ ഇന്ന് രാവിലെ സമയം ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് അവനോട് പ്രാർത്ഥിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഹൃദയശുദ്ധിയുള്ളവരായിരിക്കുവാൻ ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാനാണ്. ബ്ലസ്സഡ് ആർ ദോസ് ഹു ആർ പ്യോർ ഇൻ ഹാർട്ട്, ദേ വിൽ സീ ഗോഡ്, അല്ലെ? ദൈവത്തെ അവർ കാണും. അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ദൈവത്തെ അവർ കാണുമെന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തെ കാണുന്ന വിശ്വാസികളായിരിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുപോലെ യാക്കോബിന്റെ ലേഖനം 4:8 നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തോട് അടുത്ത് ചെല്ലുകയും എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും, പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ, അല്ലേ? യാക്കോബിന്റെ ലേഖനം 4:8 പറയുന്നതാണ്, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. അപ്പൊ ഈ ദുഷ്ടഹൃദയം വന്നാൽ നമുക്ക് ഇരുമനസ്സ് വരാം, അല്ലേ? ഇവിടെയും ഇരുമനസ്സുള്ളവരെയാണ് നമ്മൾ കാണുന്നത്. അവർക്ക് കർത്താവിന് വിശ്വാസമൊക്കെ ഉണ്ട്, അല്ലെ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ 3 കൂട്ടരെ പറ്റി. അതിലെ രണ്ടാമത്തെ കൂട്ടരാണ് ഇവര്. അവർക്ക് ദൈവത്തിൽ വിശ്വസിച്ചു, എന്നാൽ സുവിശേഷ സത്യത്തിൽ തുടരുവാൻ അവർക്ക് താല്പര്യമില്ല. കാരണം അവർക്ക് ഈ പീഡനം വന്നത് കാരണം, ആ പീഡനം കാരണം അവർക്ക് യഹൂദ മതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു വാഞ്ച, അല്ലെങ്കിൽ യഹൂദ മതത്തിലേക്ക് തിരിച്ചു പോകുവാനുള്ള ഒരു പ്രേരണ അവർക്കുള്ളത് കൊണ്ട് അവർ ഇരുമനസ്സുള്ളവരായിരിക്കുകയപ്പോൾ, അല്ലെ? അങ്ങനെ ഇരുമനസ്സുള്ളവരോട് കർത്താവ് പറയുകയാണ് യാക്കോബിന്റെ ലേഖനത്തിൽ, ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പി. എങ്ങനെയാണ് നമുക്ക് ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പാൻ കഴിയുന്നത്? 3-ാം അധ്യായം 1-ാം വാക്യം, യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക, അല്ലേ? വേറെ ഒരു വഴിയില്ല, വേറൊരു ഷോർട്ട് കട്ടുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക, കർത്താവായ യേശുവിൽ തന്നെ ആശ്രയം വെക്കുക. അങ്ങനെ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം, അല്ലേ? കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ കർത്താവ് പറയും നാം കേൾക്കണം. കർത്താവിന്റെ ആലോചനയിലായിരിക്കണം നാം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കർത്താവിന് അനുകാരികളായി തീരണം, അനുകരിക്കണം കർത്താവിനെ. കർത്താവിന്റെ ജീവിതത്തെ നാം അനുകരിക്കണം. നാം ക്രിസ്തുവിന്റെ ഉള്ളിലായിരിക്കുകയാണ്, അല്ലെ? വി ആർ ഇൻ ക്രൈസ്റ്റ് എന്ന പൗലോസ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ അനുകാരികളായി തീരണം. പൗലോസ് പറയുന്ന പോലെ ക്രിസ്തുവിന്റെ ആലോചനയിലായിരിക്കണം നാം മുന്നോട്ട് പോകുന്നത്. ആത്മാവിനാൽ ആയിരിക്കണം നാം നയിക്കപ്പെടേണ്ടത്. ഒരിക്കലും ഇരുമനസ്സുള്ളവരായി തീരരുത്. നമുക്ക് ലോകവും വേണം, നമുക്ക് കർത്താവിനെ വേണം. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല, അല്ലെ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. നമുക്ക് കുറച്ച് ലോകം വേണം, എന്നാൽ കുറച്ച് പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥന വേണം, ദൈവത്തെ വേണം, നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ ദൈവത്തെ വേണം. എന്നാൽ മറ്റ് ചില സമയങ്ങളിൽ നമുക്ക് കുറച്ച് ലോകവുമാകാം. അങ്ങനെ നമ്മൾ ഇരുമനസ്സിൽ ചാഞ്ചാടി നടക്കുന്ന കൂട്ടരാണ് പലപ്പോഴും. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാകാതിരിക്കുവാൻ നോക്കുകയും. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലമാണ്, അല്ലേ? നമ്മൾ 12, 13, 14 വായിച്ചത്. 12-ാമത്തെ വാക്യം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാണ്, ഒരു ഇഷ്യൂ നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രോബ്ലത്തിന് റെസൊല്യൂഷനാണ് 13-ലും 14-ലും നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനെ നോക്കണമെന്ന് പറയുന്നു. പിന്നീട് ചില റെസൊല്യൂഷൻസിനും കൂടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട്. അതാണ് 13-ലും 14-ലും. അപ്പൊ ഈ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ. അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും എബ്രായ ലേഖന കർത്താവ് പിന്നീട് പറയുന്നു. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾത്തോറും അന്യോന്യം പ്രബോധിച്ചു കൊള്ളി, അല്ലേ? അപ്പൊ ആദ്യത്തെ റെസൊല്യൂഷൻ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളി. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾത്തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളി. അന്യോന്യം പ്രബോധിപ്പിക്കുക, അല്ലെ? ഇപ്പോ 1 തെസ്സലോനിക്കർ 5:11 നമ്മൾ കാണുന്നുണ്ട്, ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവി, അല്ലേ? അപ്പോൾ ഇവിടെ ഇന്നെന്ന് പറയുന്ന അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുകയും, പ്രബോധിപ്പിക്കുക എന്നതിന്റെ മൂലഭാഷ എന്ന് പറയുന്ന പാരക്ലീറ്റോ എന്നാണ്. പാരക്ലീറ്റോ നമുക്കറിയാം പരിശുദ്ധാത്മാവിന്റെ ഒരു നാമമാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൗൺസിലർ എന്നാണ്, അല്ലെ? അന്യോന്യം കൗൺസിൽ ചെയ്യുക, അന്യോന്യം ഉപദേശിക്കുക, അന്യോന്യം പ്രബോധിപ്പിക്കുക, കൗൺസിൽ ചെയ്യുക. അങ്ങനെ നാം വിശ്വാസികളായ നാം ഓരോരുത്തരും അന്യോന്യം പ്രബോധിപ്പിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മയിൽ ഉണ്ടാകേണ്ടത് പ്രബോധനം കൂടാണ്, അല്ലെ? ഈ പർട്ടിക്കുലർ പശ്ചാത്തലത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് നാം അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളി, അല്ലെ?
2 തീമോത്തി 4:2 വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോട് ഉപദേശത്തോടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അപ്പോൾ വചനം പ്രസംഗിക്കുക, അല്ലെ? സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നാം എൻകറേജ് ചെയ്യുക എന്നുള്ളത് അർത്ഥം, അല്ലെ? പ്രബോധന പുത്രൻ ആരാണ്? ബർന്നബാസ്, നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി 11:23 നമ്മൾ കാണുന്നുണ്ട്. അവൻ ചെന്ന്, അപ്പോസ്തല പ്രവൃത്തി 11:23, പ്രബോധനപുത്രനായ ബർന്നബാസ് ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു, എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അപ്പോൾ എന്തിനാണ് നാം മറ്റുള്ളവരെ പ്രബോധിപ്പിക്കേണ്ടത്? മറ്റുള്ളവരെ താഴ്ത്താനല്ല, അവരുടെ ഉള്ള വിശ്വാസം കളയാനല്ല. പലപ്പോഴും ഇന്നത്തെ പ്രബോധനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ള വിശ്വാസത്തെ പോലും കെടുത്തിക്കളയുന്ന രീതിയിലുള്ള പ്രബോധനങ്ങൾ നമ്മൾ സഭായോഗങ്ങൾ കേൾക്കുന്നത്. അതിനല്ല പ്രബോധനം എന്ന് പറയുന്നത്. പ്രബോധനം എന്തിനാണ്? പ്രബോധനം കർത്താവിനോട് ചേർന്ന് നിൽപ്പാനാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 11:23 നമ്മൾ കാണുന്നത്. എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അതിന്റെ പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം കാരണം ഒരുപാട് പേര് ചെതറിപ്പോയി. അങ്ങനെ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം പ്രസംഗിക്കാത്തൊരവസ്ഥയിൽ അവർ അന്ത്യോക്യയിലെത്തി, അല്ലേ? അപ്പോൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 11 നമ്മൾ കാണുന്നുണ്ട്. അപ്പം പക്ഷെ അപ്പോഴും കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിന്റെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ എന്താ അവർ ചെയ്തത്? അവർ ബർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് അയച്ചു, അല്ലേ? അപ്പോൾ ഈ ബർന്നബാസ് അന്ത്യോക്യയിൽ ചെന്നപ്പോഴാണ് ദൈവകൃപ കണ്ടത്. ദൈവകൃപ കണ്ട് സന്തോഷിച്ച് എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം പിന്നീട് ബർന്നബാസ് പ്രബോധിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 11 കാണുന്ന ബർന്നബാസ്, പ്രബോധന പുത്രൻ. ബർന്നബാസ് പ്രബോധിപ്പിച്ച് എന്തിന്? കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ. അങ്ങനെ നാമും ചെയ്യേണ്ടത് ഈ ദുഷ്ടതയുള്ള ഹൃദയം വരാതിരിക്കുവാൻ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം വരാതിരിക്കുവാൻ അന്യോന്യം പ്രബോധിപ്പിക്കുക, കർത്താവിൽ നിലനിൽക്കുവാൻ പ്രബോധിപ്പിക്കുക, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ പ്രബോധിപ്പിക്കുക. അതിനെന്തോ നാം ചെയ്യേണ്ടത്? വചനം പ്രസംഗിക്കുക, കർത്താവിനെ കുറിച്ചുള്ള മാറ്റമില്ലാത്ത സുവിശേഷം പ്രസംഗിക്കുക. ഈ സുവിശേഷം നമുക്ക് എവരിഡേ ആവശ്യമാണ്, അല്ലെ? ഈ സുവിശേഷം നമുക്ക് എല്ലാ ദിനവും ആവശ്യമാണ്. നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന ഈ സുവിശേഷം, അല്ലെ? നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ സുവിശേഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഈ യേശുക്രിസ്തുവിനെ സമയത്തും അസമയത്തും പ്രസംഗിക്കുക, സമയത്തും അസമയത്തും പ്രസംഗിക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തെ കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. എന്തിനാണ്? കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ. ഈ കർത്താവിന് മാത്രമേ നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുവാൻ കഴിയുകയുള്ളൂ, അല്ലെ? നമ്മുടെ ഹൃദയങ്ങളെ മാറ്റിയത് കർത്താവാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ഓരോരുത്തരെയും, അല്ലെ, ദൈവമാണ് വിടുവിച്ചത്. കർത്താവായ യേശുക്രിസ്തു തന്റെ ചോര, തന്റെ രക്തം നൽകി തന്നാണ് നമ്മെ വിടുവിച്ചത്. നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചത് തന്റെ രക്തമാണ്, തന്റെ പാപമില്ലാത്ത രക്തം. പാപികളായ നമ്മെ ഓരോരുത്തരെയും പാപമില്ലാത്ത ദൈവത്തിന്റെ കുഞ്ഞാട് തന്റെ രക്തം നൽകി നമ്മെ വിലയ്ക്ക് വാങ്ങി, അല്ലേ? നാം അതെപ്പോഴും ഓർക്കണം. കർത്താവായ യേശുക്രിസ്തു കാൽവരിയുടെ കുലക്കളത്തിങ്കിൽ നമുക്കായി യാഗമായി തീർന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് വേണ്ടിയാണ്. അപ്പൊ അത് നാം ഓർക്കുമ്പോൾ, എവരിഡേ ഓർക്കുമ്പോൾ, ആ സുവിശേഷം, ആ സദ്വർത്തമാനം നാം എല്ലാ ദിവസവും ഓർക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. നാം അത് കർത്താവിന്റെ യാഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ നാം ശുദ്ധീകരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എവരിഡേ. അതിനാണ് 1 യോഹന്നാനിൽ പറയുന്നത്, നമ്മുടെ പാപങ്ങളെ നാം കൺഫെസ് ചെയ്യണം, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറയണം എല്ലാ ദിവസവും. അങ്ങനെ നാം ഹൃദയശുദ്ധിയുള്ളവരായിട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ തന്റെ രക്തത്താൽ അവൻ നമ്മെ കഴുകി നമ്മെ ശുദ്ധീകരിക്കും. തന്റെ രക്തത്താലാണ് കർത്താവ് നമ്മെ കഴുകുന്നത്. ആ രക്തത്താൽ നാം ഹൃദയശുദ്ധിയുള്ളവരായിത്തീരും. അതൊരു ദൈനംദിന പ്രക്രിയയാണ്. അതൊരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. ഒരിക്കൽ നാം രക്ഷിക്കപ്പെട്ടു, ശരിയാണ്. പക്ഷെ പിന്നീട് നാം നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ ശുദ്ധിക്ക് കാരണം കർത്താവ് മാത്രമാണ്. ഹൃദയശുദ്ധി ചെയ്യാൻ കഴിവുള്ള ഒരാൾ കർത്താവ് മാത്രമാണ്. അങ്ങനെ നാം കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഹൃദയശുദ്ധി കർത്താവിൽ നാം പ്രാപിക്കണം. അങ്ങനെ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എബ്രായർ 10:24-25 അവിടെ ഒരു വാണിംഗ്. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു, അല്ലെ? സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. പലപ്പോഴും നമുക്ക് സഭായോഗം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്.
എന്നാൽ ഈ ഒരു കോണ്ടെക്സ്റ്റിലെ സഭായോഗങ്ങൾ എന്ന് പറയുന്നത് സഭയായി നാം കൂടി വരുന്ന എല്ലാ യോഗങ്ങളെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്, അല്ലെ? നാം സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. ഞായറാഴ്ച മാത്രമല്ല, സഭയുടെ ഏത് യോഗങ്ങൾ ഉണ്ടെങ്കിലും നാം ഒരു യോഗവും മുടക്കുവാൻ, ജോലിയുണ്ട്, അതൊക്കെ ശരിയാണ്, അതൊക്കെ കാരണങ്ങളായിരിക്കാം, എക്സെപ്ഷൻസ് ആയിരിക്കാം, ജോലിയുള്ളപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. എന്നാൽ കഴിയുന്നിടത്തോളം നാം സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ എന്താണ് ചെയ്യേണ്ടത്? തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്, അല്ലേ? സ്നേഹത്തിനും പ്രബോധിപ്പിച്ചുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ പ്രബോധിപ്പിക്കുന്നതിലൂടെ സ്നേഹം, സൽപ്രവൃത്തി, ഉത്സാഹം വർദ്ധിപ്പിക്കൽ, 3 കാര്യങ്ങളാണ് നടക്കുന്നത്, അല്ലെ? സ്നേഹം, സൽപ്രവൃത്തികൾ, ഉത്സാഹം വർദ്ധിപ്പിക്കൽ. മറ്റുള്ളവർക്കുള്ള ഉത്സാഹം നാം വർദ്ധിപ്പിക്കണം, അല്ലെ? അങ്ങനെ അതിനായി അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. അതിനാണ് നാം പ്രബോധിപ്പിക്കേണ്ടത്. ഒന്ന് നമ്മൾ പറഞ്ഞു, ആദ്യം ക്രിസ്തുവിനോട് ചേർന്ന് നിൽപ്പാൻ നാം അന്യോന്യം പ്രബോധിപ്പിക്കണം. പിന്നീട് അത് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാനും കാരണമായി തീരണം നമ്മുടെ പ്രബോധനങ്ങൾ. ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു അർത്ഥവുമില്ല, അല്ലേ? നമ്മുടെ പ്രബോധനങ്ങൾ സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നതിൽ പിന്നീട് ഒരു പ്രയോജനമില്ല നമ്മുടെ പ്രബോധനങ്ങൾക്ക്. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും ഇത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഏതാണ് ഈ നാള്? അതാണ് 1 തെസ്സലോനിക്കർ 4:18 പറയുന്നത്. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുകയും. ഏത് വചനങ്ങൾ? കർത്താവിന്റെ 2ാം വരവ് എന്ന നാൾ, അല്ലെ? കർത്താവിന്റെ 2ാം വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. കർത്താവിന്റെ 2ാം വരവ് സമീപിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ നാള് സമീപിക്കുന്നു എന്ന് കാണും തോറും അധികമായി നാം പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കണം, അല്ലേ? അപ്പൊ അതാണ് ഇവിടെയും 13 പറയുന്നത്, നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെട്ടു പോകരുത്. പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെട്ടു പോയാൽ നാൾ സമീപിക്കുമ്പോൾ നമ്മൾ ആ നാളിൽ എടുത്തുകൊള്ളപ്പെടത്തില്ല. അപ്പോൾ ആ അത് സംഭവിക്കാൻ പാടില്ല. നമ്മൾ എടുത്തുകൊള്ളപ്പെടണം. കർത്താവ് നമ്മൾ അതിനെ രക്ഷിച്ചത്, അല്ലേ? അപ്പോൾ എടുത്തുകൊള്ളപ്പെടുവാൻ ഈ നാൾ സമീപിക്കും തോറും നാം പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെടാതെ യഥാർത്ഥ വിശ്വാസികൾ എന്ന് തെളിയിക്കുന്നത് എങ്ങനെയാണ്? നാം ഹൃദയശുദ്ധിയുള്ളവരായി നാം അന്യോന്യം പ്രബോധിപ്പിച്ച് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുന്നതിനുമായി തീരുക എന്നുള്ളതാണ് ദൈവം നമ്മെ ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഈ വചനങ്ങളെ കൊണ്ട് നാം അന്യോന്യം ആശ്വസിപ്പിക്കണം. എന്നിട്ട് 14 ലേഖനകർത്താവ് വരികയാണ്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ക്രിസ്തുവിൽ നാം പങ്കാളികളായി തീരുന്നത് സൽപ്രവൃത്തികൾ കൊണ്ടല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൃപയാലാണല്ലോ നാം രക്ഷിക്കപ്പെടുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. കൃപയാൽ അത്ര നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. അപ്പോൾ നാം ക്രിസ്തുവിന്റെ ഓഹരിക്കാരായി തീരുന്നത്, ക്രിസ്തുവിന്റെ പങ്കാളികളായി തീരുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസം കാരണമാണ്, കൃപയാലാണ്. എന്നാൽ ആ വിശ്വാസം നാം തെളിയിക്കുന്നത് എങ്ങനെയാണ്? ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓട്ടക്കളത്തിൽ അനേകർ പട്ടുപോയ ഒരു പോർക്കളം ആണ് ഈ ഓട്ടക്കളം, ക്രിസ്തീയ ഓട്ടക്കളം എന്ന് പറയുന്നത്. അനേകർ നമ്മളെക്കാൾ വിശ്വാസമുള്ളവർ തുടങ്ങിയ ഓട്ടം പലരും പട്ടുപോയി, പലരും ഇടയ്ക്ക് വെച്ച് പിൻവാങ്ങി. എന്നാൽ ഈ ക്രിസ്തീയ പോർക്കളത്തിൽ നമ്മെ ദൈവം ആക്കിയിരിക്കുന്ന ഈ ഓട്ടം തികയ്ക്കാനാണ്, അല്ലെ? ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുക. വളരെ വളരെ സ്പഷ്ടം, വളരെ വ്യക്തമായിട്ടാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. നമ്മുടെ ആദ്യ വിശ്വാസം നാം മുറുകെ പിടിക്കണം, അവസാനത്തോളം മുറുകെ പിടിക്കണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്ഥിരത, സഹനം. 2 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. സ്ഥിരതയുള്ളവരായിരിക്കണം, സഹനമുള്ളവരായിരിക്കണം. അങ്ങനെ അവസാനത്തോളം നാം പിടിച്ചു നിൽക്കണം, അല്ലെ? അവസാനത്തോളം പിടിച്ചു നിൽക്കും രക്ഷിക്കപ്പെടും, സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നല്ലേ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. അവസാനത്തോളം നിൽക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചത്, അല്ലെ? അല്ല ആദ്യം ഓട്ടം ഓടിയിട്ട് പിന്നീട് പിൻവാങ്ങുവാനല്ല. ആദ്യം ഓട്ടം ഓടിയിട്ട് പിന്നീട് നമ്മൾ കണ്ടീഷൻസ് ഒക്കെ കണ്ട്, സിറ്റുവേഷൻസ് ഒക്കെ കണ്ട് ഇനിയും ഇത്രയും മതി എന്ന് പറയാനല്ല. നമ്മുടെ ഓട്ടം നാം ഓടിക്കൊണ്ടേയിരിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണമാണ്. കാരണം ഒരു ആർമി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അവർക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷണം അനുസരിച്ച്, അവർക്ക് ലഭിച്ചിരിക്കുന്ന റൂൾസ് അനുസരിച്ച് ആണ് അവർ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്, ഒരു ആർമി മാർച്ച് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതുപോലെയാണ് നമുക്കും ദൈവം ഇടയ്ക്ക് ശിക്ഷണങ്ങളൊക്കെ തരും. ദൈവം നമുക്കിടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടും, ചില പ്രതിസന്ധികളിടും, ചില പ്രശ്നങ്ങളൊക്കെ ഇടും. അതിന്റെ കാരണം എന്ന് പറയുന്നത് നാം അതിലൂടെ സഹിച്ച് മുന്നോട്ട് പോയി അവസാനത്തോളം ഓട്ടം തികയ്ക്കുവാൻ വേണ്ടിയാണ്, അല്ലേ? അതിനാണ് ദൈവം നമ്മെ ശിക്ഷണത്തിലൂടെ നടത്തുന്നത്, നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, അല്ലേ? നമ്മൾ വചനത്തിൽ തന്നെ കാണുന്നുണ്ടല്ലോ, കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. അപ്പൊ ഈ ശിക്ഷണ നടപടി ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഓട്ടം പൂർത്തീകരിക്കത്തില്ല. ഇത് അത്യാവശ്യമാണ്.
എപ്പോഴും നാം സന്തോഷമായിട്ടിരുന്നാൽ പിന്നീട് നമ്മൾ ഒരു 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 കംഫർട്ട് സോണിലേക്ക് നമ്മളിങ്ങനെ പോകും. പിന്നീട് നമുക്ക് ദൈവം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിങ്ങനെ മുന്നോട്ട് പോകാമല്ലോ എന്നൊരവസ്ഥയിലെത്തും. അതുകൊണ്ടാണ് ദൈവം ഇടയ്ക്കിടയ്ക്ക് ചില പ്രതിസന്ധികളെ തരുന്നത്, ചില ശിക്ഷണങ്ങളെ തരുന്നത്, ചില ഡിസിപ്ലിനറി ആക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രയോഗിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുവാനാണ്. കാരണം അങ്ങനെയാണ് ദൈവം നമ്മെ നടത്തുക, അങ്ങനെയാണ് ദൈവം നമ്മെ സാങ്ക്ടിഫൈ ചെയ്യുന്നത്, നമ്മെ വിശുദ്ധീകരിക്കുന്നത്. അങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്ന ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവം ഇടും, അല്ലേ? അങ്ങനെയാണ് ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നത്. എന്നിട്ട് എബ്രായ ലേഖനകർത്താവ് പറയുന്നത് ക്രിസ്തുവിൽ നാം പങ്കാളികളായിത്തീരുന്നത്. എങ്ങനെയാണ് നാം ക്രിസ്തുവിൽ പങ്കാളികളായിത്തീരുന്നത്? എന്താണ് അതിന്റെ അർത്ഥം? 2 പത്രോസ് 1:4 നമ്മൾ വായിക്കുന്നത്, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നിരിക്കുന്നില്ല. അപ്പോൾ നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നിരിക്കുക. അപ്പൊ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നിരിക്കുന്ന നാം നമ്മുടെ ദിവ്യ സ്വഭാവം എങ്ങനെയാ തെളിയിക്കുന്നത്? ആ തെളിയിക്കുന്നതാണ് ഈ 14ന്റെ ആദ്യ ഭാഗത്തിൽ കാണുന്നത്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. അങ്ങനെയാണ് നമ്മുടെ ദിവ്യ സ്വഭാവം നമ്മൾ തെളിയിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നാം പങ്കാളികളാണ് എന്ന് തെളിയിക്കുന്നത് നമ്മുടെ ആദ്യ വിശ്വാസം നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഈ പങ്കാളികൾ എന്നുള്ള വാക്ക്, അതിന്റെ മൂലഭാഷയുള്ള വാക്ക് നമ്മൾ വചനത്തിലുടനീളം നമ്മൾ കാണുന്നു. നമ്മൾ എന്തിലൊക്കെയാണ് പങ്കാളികൾ? നാം ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാണ്, നാം വിശുദ്ധിയിൽ പങ്കാളികളാണ്, എബ്രായർ 12:10. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. നാം പരിശുദ്ധാത്മാവിൽ പങ്കാളികളാണ്, അല്ലേ? എബ്രായർ 6:4. അതുപോലെ നാം നമ്മുടെ സ്വർഗീയ വിളിയിൽ ഓഹരിക്കാരാണ്, നമ്മൾ ഓൾറെഡി വായിച്ചു, എബ്രായർ 3:1 വായിച്ചു. നാം കർത്താവിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കാളികളാണ്, വി ആർ പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് സഫറിങ്സ്, 1 പത്രോസ് 4:13. അതുപോലെ സുവിശേഷത്തിന്റെ കഷ്ടങ്ങളിലും ക്രിസ്തുവിന്റെ മഹത്വത്തിലും നാം പങ്കാളികളാണ്, അല്ലേ? ക്രിസ്തുവിന്റെ കൃപയിൽ നാം പങ്കാളികളാണ്, ഫിലിപ്പിയർ 1:7 നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ക്രിസ്തുവിന്റെ മഹത്വത്തിൽ നാം പങ്കാളികളാണ്, നമ്മൾ 1 പത്രോസ് 5:1 വായിക്കുന്നു. അങ്ങനെ പല രീതിയിലാണ് നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീരുന്നത്. തന്റെ ദിവ്യ സ്വഭാവത്തിൽ, തന്റെ കൃപയിൽ, പരിശുദ്ധാത്മാവിൽ, തന്റെ കഷ്ടപ്പാടുകളിൽ, തന്റെ വാഗ്ദത്തങ്ങളിൽ നമ്മൾ പങ്കാളികളാണ്, അല്ലെ? എഫേസ്യർ 3:6 നമ്മൾ കാണുന്നുണ്ട്. സ്വർഗീയ വിളിയിൽ നാം പങ്കാളികളാണ്, സ്വർഗീയ വിളിക്ക് നമ്മൾ ഓഹരിക്കാരാണ്. അപ്പോൾ ദൈവം നമ്മളെ പങ്കാളികളാക്കി വിളിച്ചിരിക്കുകയാണ്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീർത്തിരിക്കുകയാണ് നമ്മളെ ഓരോരുത്തരെയും. അങ്ങനെ പങ്കാളികളായി തീർന്ന, ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ പങ്കാളിത്തം തെളിയിക്കുന്നത് എങ്ങനെയാണ്? ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതാണ്, അല്ലെ പ്രൂവ് ചെയ്യുന്നതാണ് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 3:6 പറയുന്നുണ്ടല്ലോ, ക്രിസ്തുബോധം അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. നാം ദൈവത്തിന്റെ ഭവനമാകുന്നത് എങ്ങനെയാണ്? ആ വിശ്വാസം മുറുകെ പിടിക്കുക. അങ്ങനെയാണ് നാം ദൈവത്തിന്റെ ഭവനമാണെന്ന് തെളിയിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്, ഞാൻ മുമ്പേ പറഞ്ഞത്. ആ രക്ഷ തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നാം തെളിയിക്കുന്ന അവസാനത്തോളം നാം മുറുകെ പിടിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം തെളിയിക്കുന്നതോടുകൂടിയാണ്. നമ്മുടെ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തെളിയിക്കും നാം ക്രിസ്തുവിൻ ഓഹരിക്കാരാണെന്നുള്ളത്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണെന്നുള്ളത്, ക്രിസ്തുവിൽ നാം പങ്കാളികളാണ് എന്നുള്ളത് നാം തെളിയിക്കുകയാണ്. എങ്ങനെയാണ്? ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ. അപ്പോൾ അവസാനം എനിക്ക് പറയാനുള്ള ഈ വാക്യമാണ് എബ്രായർ 12:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. നാം എങ്ങനെയാണ് ഈ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുന്നത്? ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക, അല്ലെ? അതായത് ഞാൻ മുമ്പേ പറഞ്ഞ സ്ഥിരതയും സഹനവും. ഈ ഓട്ടം ദൈവം ഓടാൻ വിളിച്ചിരിക്കുന്നത് സ്ഥിരതയോടെ ഓടുവാനാണ്, സഹനത്തോടുകൂടി ഓടുവാനാണ്. എങ്ങനെയാണ് അത് ഓടാൻ പറ്റുന്നത്? എബ്രായർ 12:2 വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളി. കർത്താവിനെ ധ്യാനിച്ചു കൊണ്ടാൽ, കർത്താവിലേക്ക് നോക്കിയാൽ, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കിയാൽ നമുക്ക് ഈ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുവാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ ക്രിസ്തീയ ഓട്ടം ഓടി തികയ്ക്കുവാൻ പറ്റും. അതാണ് എബ്രായ ലേഖന കർത്താവ് 12 പറയുന്നത്. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ നാം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ
യേശുവിനെ തന്നെ നോക്കണം. അങ്ങനെ യേശുവിനെ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഓട്ടം ഓടി തീർക്കുവാൻ പറ്റും. കാരണം കർത്താവിന്റെ ഒരു എക്സാമ്പിൾ 2-ലും 3-ലും പറയുന്നത്, കർത്താവ് എന്താണ് ചെയ്തത്? തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. ക്രൂശിനെ അവൻ സഹിച്ചു നമുക്ക് വേണ്ടി. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ ക്രൂശിനെ സഹിച്ചത്. നമ്മുടെ ഈ ഓട്ടം ഓടി തീർക്കുവാനാണ് അവൻ ക്രൂശിനെ സഹിച്ചത്. എന്നിട്ട് എബ്രായ ലേഖന കർത്താവ് പറയാണ്, നമുക്ക് ക്ഷീണം വരാം, മടുപ്പ് വരാം ഈ ഓട്ടത്തിൽ. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ക്ഷീണം വരാം, മടുപ്പ് വരാം, ഇതൊക്കെ വരാം. എന്നാൽ കർത്താവിനെ ധ്യാനിച്ചാൽ ആ ക്ഷീണമൊക്കെ മാറിപ്പോകും. ആ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കർത്താവിനെ ധ്യാനിക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുക്രിസ്തുവിനെ മാത്രം ലക്ഷ്യമാക്കി നമ്മുടെ ഓട്ടം ശ്രദ്ധയോടെ ഓടേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അങ്ങനെ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. കർത്താവിനെ ശ്രദ്ധ വെച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുക്രിസ്തു. അങ്ങനെ കർത്താവിൽ നാം ധ്യാനിച്ച് കർത്താവിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നമ്മുടെ ഓട്ടം ഓടുകയാണെങ്കിൽ നമ്മുടെ ആദ്യ വിശ്വാസം അവസാനത്തോളം നമുക്ക് മുറുകെ പിടിച്ചുകൊള്ളുവാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ ഇന്ന് കണ്ടത്? എബ്രായർ 3:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചത്, അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് വായിച്ചു. ആദ്യം ഒരു പ്രശ്നത്തെ പറ്റി നമ്മൾ വായിച്ചു. എന്താണ് പ്രശ്നം? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? അതാണ് 13-ലും 14-ലും എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. ആ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാകാതിരിക്കുവാൻ നോക്കുകയും. അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ നോക്കേണ്ട കടമ നമുക്കുണ്ട്. അത് ഉണ്ടാകാതിരിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ കണ്ടു എബ്രായർ 3:1 പറയുന്ന പോലെ മഹാപുരോഹിതനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. പിന്നീട് നമ്മൾ കണ്ടു ഈ പാപത്തിന് ചതിയാൽ ഇരിക്കേണ്ടതിന് നാൾതോറും അന്യോന്യം പ്രബോധിച്ചു കൊള്ളണം. അത് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാനും കാരണമാകണം. യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽപ്പാൻ നമ്മുടെ പ്രബോധനം കാരണമാകണം. പിന്നീട് നമ്മൾ 14-ാം വാക്യത്തിൽ കണ്ടു ഈ ആദ്യ വിശ്വാസം അവസാനത്തോളം നാം മുറുകെ പിടിക്കണം. മുറുകെ പിടിക്കുവാൻ ഉള്ള കാരണം എന്താണ്? കാരണം നാം ക്രിസ്തുവിൽ പങ്കാളികളാണ്. അങ്ങനെ ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്ന നാം ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുവാൻ നമുക്ക് പറ്റിയാൽ ഈ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മുടെ ഉള്ളിൽ വരത്തില്ല. അങ്ങനെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും നമ്മുടെ ഫോക്കസ് കർത്താവിലാണെങ്കിൽ, നാം കർത്താവിനെ ധ്യാനിക്കുകയാണെങ്കിൽ, കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുക്രിസ്തുവിനെ മാത്രം ലക്ഷ്യമാക്കിയാണ് നമ്മുടെ ക്രിസ്തീയ ഓട്ടം ഓടുന്നതെങ്കിൽ അവിശ്വാസം വരാൻ ഒരു ചാൻസും ഇല്ല, അല്ലെ? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം വരാതിരിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നാം നോക്കണം, അല്ലെ? അതാണ് ഇന്ന് രാവിലെ സമയം എനിക്ക് പറയാനുള്ളത്. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നാം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുക്രിസ്തുവിനെ മാത്രം നോക്കുക. നമ്മുടെ ഉള്ളിൽ ക്ഷീണം വരാൻ, മടുപ്പ് വരാൻ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ. എന്നാൽ കർത്താവിനെ നാം ധ്യാനിക്കണം. കർത്താവ് നമ്മെ വീണ്ടെടുത്ത ആ സുവിശേഷം നാം നമ്മോട് തന്നെ പ്രസംഗിക്കണം, അല്ലെ? ഹൃദയശുദ്ധിയുള്ളവരായി തീരണം നാം ഓരോ ദിവസവും. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരു ദൈനംദിന പ്രക്രിയയായി തീരണം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നാം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് കൊടുക്കണം. എവ്രി ഡേ അതൊരു പ്രോസസ്സാണ്. അങ്ങനെയാണ് ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നത്. അങ്ങനെ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്നാണ് നമ്മൾ മത്തായി 5:8 നമ്മൾ വായിച്ചത്. അങ്ങനെ ഈ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളിൽ വരാതിരിപ്പാൻ നാം സൂക്ഷിക്കണം. അത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ കാര്യം ഒരു ദൃഷ്ടാന്തമാണ് നമുക്ക് ഓരോരുത്തർക്കും, അല്ലേ? അവർ പലരും പട്ടുപോയി, പലരും കനാൻ ദേശത്തേക്ക് കടന്നില്ല, അല്ലേ? യോശുവയും കാലേബും മാത്രമാണ് കടന്നത്. അവർക്ക് അവിശ്വാസമുള്ള ഹൃദയം ഉണ്ടായിരുന്നു. അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു, അല്ലേ? ദൈവത്തിന് അത്ഭുത വഴികൾ കണ്ടിട്ട് അവർ പിറുപിറുത്തു. അങ്ങനെയുള്ളവരായി തീരരുത്, അല്ലേ? ക്രിസ്തുവാകുന്ന പാറമേലായിരിക്കട്ടെ നമ്മുടെ അടിസ്ഥാനം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുക്രിസ്തുവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് ഈ ഓട്ടം തയ്ക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ഹല്ലേലൂയ. താങ്ക് യു പാസ്റ്റർ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ എന്നൊരു പഠനം കർത്താവിന്റെ ദാസൻ ഞങ്ങൾക്ക് തന്നുവല്ലോ. ഞങ്ങൾക്കത് ഏറ്റവും പ്രയോജനകരമായി തീർന്നുവല്ലോ. കർത്തദാസനുള്ള നന്ദിയും സ്നേഹവും ബഹുമാനവും 24 Hour ബോസ്റ്റൺ പ്രയറിന്റെ പേരിൽ ഞങ്ങൾ ആദ്യമേ അറിയിക്കുന്നു.